നമ്മുടെ മലയാളികളുടെ സ്വന്തം പുട്ടുണ്ടാക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. തേങ്ങയൊക്കെ ചിരകിയത് തന്നെ കിട്ടും, അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ആർക്ക്? എനിക്കല്ല, ചേച്ചിമാർക്ക്. അപ്പോൾ സിന്ധു ചേച്ചി ഇതാ ഇവിടെ ഒരു സൈഡിൽ പുട്ടുപൊടിയും കുറച്ച് ജീരകമൊക്കെ കൈകൊണ്ട് തന്നെ ചതച്ചിട്ട് അതുമൊക്കെ പുട്ടുപൊടിയിലേക്ക് ഇടുവാണ്. ഇതും തൃശ്ശൂർ സ്റ്റൈൽ പുട്ടാണ്. എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമൊക്കെ ഉണ്ട്. ഇതിൽ ജീരകമൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഉമ്മച്ചി ഇതൊന്നും ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതൊരു ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആണ്. ഇത് വേറൊരു ടൈപ്പ് ടേസ്റ്റുമാണ്. ഇവിടെ മാധവി ചേച്ചി ഇതാ ഇവിടെ ഒരു സൈഡിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതിക്കുന്നു, സവാളയും തക്കാളിയും വേണ്ട സാധനങ്ങളൊക്കെ ഒരു സൈഡിലിരുന്ന് റെഡിയാക്കുവാണ്. മല്ലിയിലയും എല്ലാം ഉണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പുട്ടിൻ്റെ കൂടെയുള്ള മുട്ടക്കറിക്ക് വേണ്ടിയിട്ടാണ്. ഈ പുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഏത് വേണോ കോംബോ മാച്ച് ആവും അല്ലേ? പുട്ടും മുട്ടക്കറിയും, പുട്ടും ചിക്കൻ കറിയും, പുട്ടും ബീഫും, പുട്ടും കടലക്കറിയും, പുട്ടും പഴവും, പുട്ടും പപ്പടവും, അങ്ങനെ എന്തൊക്കെയാ. പക്ഷെ നമ്മൾ ഇന്നിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് പുട്ടും മുട്ടക്കറിയാണ്. അപ്പം എന്താ മുട്ടക്കറി ഇവിടെ ഏകദേശമൊക്കെ മസാലകളൊക്കെ ചേർത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ചേച്ചി അമ്മേനെയും കോള് വിളിച്ച് പുട്ടിൻ്റെ മാവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പുട്ട് അടുപ്പത്താക്കിയിട്ടുണ്ട്. ദാ മുട്ടക്കറി റെഡിയായി. അവിച്ചു വെച്ച മുട്ട എടുത്ത് അതിലേക്കിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇനി നമ്മൾ 3 ആളും കൂടി പോയി വയർ നിറച്ചൊന്ന് കഴിക്കട്ടെ.